നമസ്കാരം. എഡ്യൂസയൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കാവ്യ. കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ ആവശ്യമായി വരുന്ന സയൻസ് സബ്ജക്റ്റുകളിൽ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എഡ്യൂസയൻസ് എന്ന ഈ ചാനൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ബാച്ചുകളായിട്ട് പല കുട്ടികളിൽ നിന്ന് കണ്ടുവരുന്ന കൺസേൺ ആണ് സയൻസ് സബ്ജക്റ്റിൽ തീരെ ബേസ് ഇല്ല, അതുകൊണ്ട് തന്നെ അത്തരം സബ്ജക്റ്റുകൾ സ്കിപ്പ് ചെയ്തുകൊണ്ട് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയും അത് അറ്റൻഡ് ചെയ്തതിന് ശേഷം മാർക്ക് കുറയുന്നതുമായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, 0.33 മുതൽ 1 മാർക്കിന് വരെ റാങ്ക് ലിസ്റ്റോ കട്ട് ഓഫോ മിസ്സാകുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയുകയാണെങ്കിൽ, ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റും കംപ്ലീറ്റ്ലി നെഗ്ലക്റ്റ് ചെയ്തായിരിക്കരുത് നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള PYQs എങ്കിലും നിങ്ങൾ നോക്കിയിട്ട് വേണം പോകാനായിട്ട്. നിങ്ങൾ പേടിക്കേണ്ട, സയൻസ് സബ്ജക്റ്റിൽ നിങ്ങളെ മാക്സിമം ഹെൽപ്പ് ചെയ്യാൻ, നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് എഡ്യൂസയൻസ് എന്ന ചാനലിനോടൊപ്പം ഞാൻ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിസിക്സ് എന്ന സബ്ജക്റ്റിലെ ഗ്രാവിറ്റേഷൻ എന്ന മൊഡ്യൂളാണ്. നിങ്ങൾക്കറിയാം, ഇനി വരാനിരിക്കുന്ന എക്സാം എന്ന് പറയുന്നത് ഡിഗ്രി മെയിൻസ് എക്സാമുകളും അതുപോലെ തന്നെ കുറച്ച് ജില്ലകളിലായിട്ട് LD മെയിൻസ് എക്സാമും നടക്കാനിരിപ്പുണ്ട്. ഫിസിക്സ് എന്ന സബ്ജക്റ്റ് ഈ പറയുന്ന എക്സാമുകൾക്കെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഞാനത് എത്ര മാർക്കിനാണ് വരുന്നതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഗ്രാവിറ്റേഷൻ എന്ന മൊഡ്യൂളാണ്. ആദ്യം തന്നെ നമുക്ക് സിലബസിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കാം. ഡിഗ്രി മെയിൻസ് സിലബസ് ആണെങ്കിൽ 6ാമത്തെ മൊഡ്യൂളാണ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. അതിൽ സെൻട്രിപിറ്റൽ ഫോഴ്സ്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, എസ്കേപ്പ് വെലോസിറ്റി, സാറ്റലൈറ്റ്സ് എസ്കേപ്പ് വെലോസിറ്റി, വെയ്റ്റ്, മാസ്, വാല്യൂ ഓഫ് G ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്, ഇതെല്ലാം തന്നിട്ടുണ്ട്. ഇതേ സിലബസ് തന്നെയാണ് LDC മെയിൻസിന് മലയാളത്തിൽ തന്നിട്ടുണ്ട് എന്ന് മാത്രം. ഓക്കെ, ഇനി നിങ്ങൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഗ്രാവിറ്റേഷൻ. ഇപ്പം നമ്മൾ ഇന്ന് എടുക്കുന്ന ക്ലാസ് ഗ്രാവിറ്റേഷനാണ്. അതുകൊണ്ട് തന്നെ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് NCERT സിലബസിലും SCERT സിലബസിലും ഏത് പാഠഭാഗത്ത് വരുന്ന എന്നുള്ള കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. SCERT ആണെങ്കിൽ ക്ലാസ് 9 ചാപ്റ്റർ 4 ആണ് നിങ്ങൾ നോക്കേണ്ടത്. NCERT എന്നുള്ളത് ക്ലാസ് 9 ചാപ്റ്റർ 10, ക്ലാസ് 11 ചാപ്റ്റർ 8. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ കൂടാതെ നിങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ചാപ്റ്ററുകൾ നോക്കാവുന്നതാണ്. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആക്ച്വലി ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് PYQും അതുമായിട്ട് അനുബന്ധമായിട്ട് വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ ആ ടോപ്പിക്കും അതുമായിട്ട് അനുബന്ധമായിട്ട് വരുന്ന കുറച്ച് PYQs ആയിരിക്കും. ഇനി വരുന്ന ക്ലാസ്സുകൾ നമ്മൾ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് PYQൻ്റെ ഒരു സീരീസാണ്. അതായത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഡിഗ്രി മെയിൻസിന് ചോദിച്ചിട്ടുള്ള സയൻസ് സബ്ജക്റ്റുകളിൽ നിന്നുള്ള PYQ സീരീസ്, ആ ഒരു ഓരോ ക്വസ്റ്റനോടൊപ്പം അതിൻ്റെ എക്സ്പ്ലനേഷൻ ഉൾപ്പെടെ വരുന്ന ഒരു സീരീസാണ് ഇനി നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ഗ്രാവിറ്റേഷൻ എന്ന ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ടോപ്പിക്കിൽ നിന്നും ഏതൊക്കെ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാം കൂടെ പഠിക്കേണ്ട ആവശ്യം നമുക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ചില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ കവർ ചെയ്തതിന് ശേഷമായിരിക്കണം നിങ്ങൾ ബാക്കിയുള്ള ടോപ്പിക്സിലേക്ക് പോകേണ്ടത്. അപ്പോൾ നമുക്ക് PYQസിൽ ഏതൊക്കെ ഭാഗത്ത് നിന്ന് ചോദ്യം വന്നിട്ടുണ്ടെന്ന് നോക്കാം. എന്നിട്ട് നമ്മൾ ടോപ്പിക്ക് പഠിക്കാം. നിങ്ങളെ കൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ഓക്കെ, ധ്രുവപ്രദേശത്ത് നിന്നും ഭൂമധ്യ രേഖാ പ്രദേശത്തേക്ക് പോകുന്തോറും ഭൂഗുരുത്വ ത്വരണത്തിൻ്റെ മൂല്യം എന്താണ് എന്നാണ് ചോദ്യം. ഇവിടെ കാറ്റഗറി നമ്പർ കൊടുത്തിട്ടുണ്ട്. ധ്രുവപ്രദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? പോൾസ് ആണ് അല്ലേ. ഭൂമധ്യ രേഖാ പ്രദേശം എന്ന് പറയുന്നത് ഇക്വേറ്റർ. ഇവിടുത്തെ ചോദ്യം എന്താണ്? പോൾസിൽ നിന്നും ഇക്വേറ്ററിലേക്ക് പോകുന്തോറും ഭൂഗുരുത്വ ത്വരണത്തിൻ്റെ മൂല്യം, അതായത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. നമ്മൾ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ഭൂമിയുടെ ധ്രുവപ്രദേശത്ത് വെച്ച് മാസും ഭാരവും നിർണ്ണയിച്ച ഒരു വസ്തുവിനെ ഭൂമധ്യ രേഖയ്ക്കടുത്ത് വെച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? അടുത്തൊരു പ്രസ്താവന ചോദ്യം ചോദിച്ചിട്ടുള്ളത് എന്താണ്? പോൾസിൽ വെച്ച് ഓൾറെഡി നമ്മളൊരു ഒബ്ജക്റ്റിൻ്റെ മാസും വെയ്റ്റും കാൽക്കുലേറ്റ് ചെയ്തു, മാസും ഭാരവും കാൽക്കുലേറ്റ് ചെയ്തു. എന്നിട്ട് ഇതേ വസ്തുവിനെ നമ്മൾ ഇക്വിറ്റോറിയൽ പൊസിഷനിൽ കൊണ്ടുവച്ചിട്ട് അവിടെ വെച്ചും മാസും വെയ്റ്റും കാൽക്കുലേറ്റ് ചെയ്തു. ഇവിടെ വരുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് രണ്ടാമത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾ പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കണം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന 2 പ്രസ്താവനകളെ സംബന്ധിച്ച് ശരിയായ ഓപ്ഷൻ ഏതാണ്? ഭൗമോപരിതലത്തിൽ എല്ലായിടത്തും ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം ഒരുപോലെയാണ്. അതായത് എർത്തിൻ്റെ ഏതൊരു സർഫസിലെടുത്താലും ഗ്രാവിറ്റി എന്ന് പറയുന്നത് സെയിം ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഒരു വസ്തുവിൻ്റെ ഭാരം ഭൂമധ്യരേഖ പ്രദേശത്തുള്ളതിനേക്കാൾ കൂടുതലാണ് ധ്രുവപ്രദേശത്ത്. അതായത് ഇക്വറ്റോറിയൽ പൊസിഷൻ ഉള്ളതിനേക്കാളും കൂടുതൽ ഗ്രാവിറ്റി ഉള്ളത് അല്ലെങ്കിൽ ഭാരം തോന്നുന്നത് പോൾസിലാണ് എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഗുരുത്വത്വരണത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓക്കെ, ഉയരം കൂടുന്നതിനനുസരിച്ച് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു? കുറയുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നു? അതായത് ഡെപ്ത് കുറയുന്നത് അല്ലെങ്കിൽ ഡെപ്തിലോട്ട് പോകുന്തോറും എന്ത് സംഭവിക്കുന്നു എന്നതിനെ പറ്റിയിട്ടാണ് അടുത്ത ചോദ്യം വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ജിയുടെ പരമാവധി മൂല്യം ഭൂമധ്യരേഖയിലാണ്. അതായത് ഇക്വറ്റോറിയൽ പൊസിഷനിൽ ഇരിക്കുമ്പോഴാണ് ഗ്രാവിറ്റി അല്ലെങ്കിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുതലുള്ളത്, അല്ലെങ്കിൽ പോൾസിലിരിക്കുമ്പോഴാണ് ഈ പറയുന്ന ജിയുടെ വാല്യൂ കൂടുതലായിട്ടുള്ളത് എന്നൊക്കെ പറ്റിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഈ തന്നിട്ടുള്ളതെല്ലാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഒരു പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആ പ്രോബ്ലം പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇതാണ് ആ പ്രോബ്ലം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കാൻ ശ്രമിക്കാം. അതല്ല എങ്കിൽ ടോപ്പിക്ക് കണ്ടതിന് ശേഷം വന്ന് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് ഇങ്ങനെയാണ് നമ്മുടെ ഈ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ചോദിക്കുന്നുണ്ട്. അതും നമ്മൾ ഡിസ്കസ് ചെയ്യും. വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ലെറ്റ്സ് കം ബാക്ക് ടു ഗ്രാവിറ്റേഷൻ. ഗുരുത്വാകർഷണം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഗുരുത്വാകർഷണ ബലം. എന്താണ്? നിങ്ങൾ ഈ ഒരു ഫിഗർ നമ്മുടെ SCERTയിൽ നിന്ന് എടുത്തിട്ടുള്ള ഫിഗറാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, എർത്തിൻ്റെ 4 സൈഡിലായിട്ട് 4 പേര് നിൽക്കുന്നുണ്ട്. അവരവിടെ തന്നെ പിടിച്ചു നിർത്തുന്നുണ്ട്. സോ എന്തോ ഒന്ന് അവരവിടെ പിടിച്ചു നിർത്തുന്നത് കൊണ്ടാണല്ലോ അവരവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നത്. ഓക്കെ, ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ യൂണിവേഴ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള എല്ലാ വസ്തുക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒബ്ജക്ട്സുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ വിളിക്കുന്ന പേരാണ് ഗ്രാവിറ്റേഷൻ അഥവാ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നുള്ളത്. ക്ലിയർ ആയല്ലോ? ദ ഗ്രാവിറ്റേഷൻ ഇസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ എനി 2 ബോഡീസ് ഇൻ ദ യൂണിവേഴ്സ്. ഓക്കെ, ഇനി എർത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ദ ഫോഴ്സ് വിത്ത് വിച്ച് earth pull the object towards its center is called the gravitational force of the earth or gravity of the earth. എന്താണ്? ഇനി എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്, എർത്തിൻ്റെ ഗ്രാവിറ്റി എന്ന് പറയുന്നത് എർത്തിൻ്റെ സർഫസിലുള്ള ഒബ്ജക്ട്സുകളെ അതിൻ്റെ കേന്ദ്രത്തിലേക്ക്, അതിൻ്റെ സെൻറ്ററിലേക്ക് പിടിച്ച് വലിച്ച് നിർത്തുന്ന ഒരു ഫോഴ്സാണ് എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു വീക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ്. അതല്ല, ഇതൊരു സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരുന്നെങ്കിലോ എന്ത് സംഭവിച്ചേനായിരുന്നു? നമ്മൾ ഇന്ന് കാണുന്ന യൂണിവേഴ്സോ അല്ലെങ്കിൽ ഈ എർത്ത്, ഇന്ന് നമ്മൾ കാണുന്ന എർത്ത് ഇതേപോലെ എക്സിസ്റ്റ് ചെയ്യുമായിരുന്നോ? ഒരിക്കലുമില്ല. കാരണം ഈ ഒബ്ജക്ട്സിനെ അതാത് പൊസിഷനിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് ഇവർക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒരു പക്ഷേ ഇത് സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരുന്നെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു കാന്തം അതിനടുത്തോട്ട് ഒരു ഏതെങ്കിലും ഒരു പിൻ കൊണ്ടുവന്ന് വെക്കുകയെന്നുണ്ടെങ്കിൽ ഇത് മാക്സിമം അതിനകത്തോട്ട് അട്രാക്റ്റ് ചെയ്യും അല്ലേ? അതുപോലെ ഈ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ സ്ട്രോങ് ആയിരുന്നെങ്കിലോ എല്ലാ ഒബ്ജക്ട്സും കൂടെ വന്ന് കൊളാപ്സ്ഡ് ആയിട്ടുള്ള ഒരു രൂപത്തിൽ മാത്രമേ ഇരിക്കത്തുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നോട്ട് ചെയ്യാം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വീക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏതാണ്? ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ഓക്കെ, സോ ഇത് കൂടാതെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. സപ്പോസ് 2 ഓബ്ജക്ട്സിനെ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ വെച്ച് നമ്മൾ നിർത്തുകയാണ്. ഈ ഡിസ്റ്റൻസ് നമ്മളൊരു 10 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു 10 മീറ്റർ എന്ന് ആലോചിച്ചോ. ഇവർക്കിടയിലും ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടായിരിക്കും. ഇനി ഈ 2 ഒബ്ജക്ട്സ് 10 കിലോമീറ്റർ അപ്പുറം വെച്ചാലോ ഇവർ തമ്മിലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്ത് ഫോഴ്സാണ്? ഒരു ലോങ് റേഞ്ച് ഫോഴ്സും അതോടൊപ്പം ഓൾവേസ് അട്രാക്റ്റീവ് ഫോഴ്സാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഓൾവേസ് അട്രാക്റ്റീവ് ഫോഴ്സ് തന്നെയാണ്. ക്ലിയർ? അപ്പോൾ 3 പോയിന്റ്: വീക്കസ്റ്റ് ഫോഴ്സാണ്, ലോങ് റേഞ്ച് ഫോഴ്സാണ്, ഓൾവേസ് അട്രാക്റ്റീവ് ഫോഴ്സാണ്. ഗ്രാവിറ്റേഷൻ നമുക്ക് 2 കണ്ടീഷൻ അല്ലെങ്കിൽ 2 കേസസ് വെച്ച് പറയാം. ഒന്ന്, എർത്തിൻ്റെ സർഫസിലുള്ള ഒബ്ജക്ട്സിനെ അട്രാക്റ്റ് ചെയ്യുന്നത്. 2, എർത്തിന് പുറത്തായിട്ട്, അത് ഔട്ടർ സ്പേസിൽ ഉള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. എർത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മളൊരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ബോൾ നിങ്ങളൊരു പർട്ടിക്കുലർ ഹൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് താഴേക്ക് ഡ്രോപ്പ് ചെയ്യാണ്.
അപ്പോൾ എന്ത് ചെയ്യും, ഇത് നമ്മളൊരു വെലോസിറ്റി കൊടുത്തില്ലെങ്കിൽ പോലും താഴേക്കത് താനെ വന്ന് പതിച്ചോളും. എന്തുകൊണ്ടാണ്? എർത്ത് ഈ പറയുന്ന ഒബ്ജക്റ്റിനെ അതിൻ്റെ സെൻറ്ററിലേക്ക് വലിക്കുന്നുണ്ട്. സോ എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടാണ് ആ ഒബ്ജക്റ്റ് താഴേക്ക് പതിക്കുന്നത്. ഇനി അതല്ല, നമ്മളൊരു ഒബ്ജക്റ്റ്, ഒരു കല്ല് അല്ലെങ്കിൽ ഒരു ബോൾ നിങ്ങൾ മുകളിലേക്ക് എറിയുകയാണെങ്കിൽ അതിൻ്റെ മാക്സിമം ഹൈറ്റ് വരെ എത്തിയിട്ട് അതെന്ത് ചെയ്യും, തിരിച്ച് താഴേക്ക് ഭൂമിയിലേക്ക് പതിക്കും. ഇതും എന്തുകൊണ്ടാണ്? എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒന്നുകൊണ്ട് മാത്രമാണ്. ഗ്രാവിറ്റേഷൻ മേ ബി ദ അട്രാക്ഷൻ ബിറ്റ്വീൻ ഒബ്ജക്ട്സ് ഇൻ ഔട്ടർ സ്പേസ്. ഇനി ഔട്ടർ സ്പേസിൽ നോക്കുകയാണെങ്കിലോ എർത്തും മൂണും തമ്മിലുള്ള അട്രാക്ഷൻ എന്താണ്? അതും ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഇനി സണ്ണും മറ്റ് പ്ലാനറ്റ്സും തമ്മിലുള്ള അട്രാക്ഷൻ എന്താണ്? അതും ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് തന്നെയാണ്. ഓക്കെ, ഗ്രാവിറ്റേഷനെ സംബന്ധിച്ച് ഒരു യൂണിവേഴ്സൽ ലോ ഫോർമുലേറ്റ് ചെയ്തത് ആദ്യമായി ഐസക് ന്യൂട്ടൺ ആണ് ഇൻ 1687. ഓക്കെ, അദ്ദേഹം ഈ ലോ ഫോർമുലേറ്റ് ചെയ്ത സമയത്ത് കെപ്ലേഴ്സ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ എന്ന് പറയുന്ന ഒരു പ്ലാനറ്ററി മോഷനെ പറ്റിയിട്ട് 3 ലോ പറയുന്നുണ്ട്. അത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ആ പ്ലാനറ്ററി മോഷനിൽ പറയുന്ന ലോയിന് കൂടുതൽ എക്സ്പ്ലനേഷൻസ് കൊടുക്കാനായിട്ട് ആർക്ക് സാധിച്ചിട്ടുണ്ട്? സർ ഐസക് ന്യൂട്ടന് അദ്ദേഹത്തിൻ്റെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അല്ലെങ്കിൽ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ വെച്ചിട്ട് സാധിച്ചിട്ടുണ്ടെന്ന കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. Okay, so he was the first to formulate a comprehensive law of force of attraction between objects in the universe. This is called the universal law of gravitation, അഥവാ Newton's law of gravitation. Newton's law of gravitation മറ്റൊരു പേര് കൂടിയുണ്ട്, that is called inverse square law. എന്താണ്? Inverse square law. Okay. Inverse square law. Inverse square law. മലയാളത്തിൽ വ്യുൽക്രമ വർഗ നിയമം. ഓക്കെ, സോ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഇസ് ഓൾസോ കോൾഡ് ആസ് ഇൻവേഴ്സ് സ്ക്വയർ ലോ. ഇനി അദ്ദേഹത്തിൻ്റെ ഈ ലോ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. According to this law, the force of attraction between any pair of bodies in the universe is directly proportional to the product of their masses and inversely proportional to the square of distance between them. ഇത്രയും ഭയങ്കരമായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ഒന്നും നിങ്ങൾക്ക് വേണ്ട. നിങ്ങളൊരൊറ്റ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. സപ്പോസ് 2 ഒബ്ജക്ട്സ് വെച്ചു. ഓക്കെ, 2 ഒബ്ജക്ട്സ് m1 മാസ് m2 മാസുള്ള 2 ഒബ്ജക്ട്സ് ഇരിപ്പുണ്ട്. ഓക്കെ, ഇവർ തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട് r. അദ്ദേഹം പറഞ്ഞ എന്താണ്? ഈ 2 ഒബ്ജക്ട്സുകൾ തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ നമ്മൾ എന്ത് വിളിക്കും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് ദർ മാസസ്. അതായത് m1 m2 2 ഒബ്ജക്ട്സിൻ്റെ മാസസ് അതിൻ്റെ പ്രോഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുപോലെ തന്നെ they are inversely proportional to the square of distance between them. ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 6 ആണ്. സോ എഫ് എന്ന് പറയുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ. വെറും ഡിസ്റ്റൻസ് അല്ല, സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. സോ ഇത്രയുമാണ് അദ്ദേഹം പറഞ്ഞത്. ഇത്രയും വലിയൊരു എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. എന്താണ്? Gravitation force between 2 objects is directly proportional to the product of their masses and inversely proportional to the square of distance between them. So F is proportional to m1 m2 by r square. Clear? So this is called the Newton's law of gravitation. നമുക്കറിയാം ഏതൊരു പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ് ഒരു കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്, അല്ലേ? That constant is called the gravitational constant. എന്താണ് ആ കോൺസ്റ്റൻ്റെ പേര്? ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ നമ്മൾ ഇട്ട് കൊടുത്തതാണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ലോ ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് എവറി മാസ് അട്രാക്ട് every other mass and with a force proportional to their masses and inversely proportional to the square of their distance. So നിങ്ങൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ് പഠിക്കേണ്ടത്? F is equal to G m1 m2 by r square. ഓക്കെ, ഇത് നമ്മൾ 2 മാസിനെ മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ. ഇനി നമ്മൾ യൂണിവേഴ്സിൻ്റെ കേസ് മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ m1 എന്ന് പറയുന്ന മാസിനെ മാസ് ഓഫ് എർത്ത് എന്നും m2 എന്ന് പറയുന്നത് ഒബ്ജക്റ്റിൻ്റെ മാസ്സായിട്ടും എടുക്കും. അത് നമുക്ക് നോക്കാം.
ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ജനറലൈസ്ഡ് ആയിട്ടുള്ള ഇക്വേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഇക്വേഷൻ. എഫ് ഇസ് ഈക്വൽ ടു Gm/r². അതിൽ ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് എർത്തിൻ്റെ മാസും സ്മോൾ എം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒബ്ജക്റ്റ്. ഇനി യൂണിവേഴ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സൺ, ഇപ്പോൾ ഇവിടുത്തെ കേസ് ആണെങ്കിൽ സണ്ണും എർത്തും തമ്മിലാണെങ്കിൽ അതിൽ വലിയ ഒബ്ജക്ട്സ് ആയിട്ടുള്ള സണ്ണിൻ്റെ മാസും ചെറിയ ഒബ്ജക്റ്റുകളുടെ എർത്തിൻ്റെ മാസമായിട്ട് കൺസിഡർ ചെയ്യും. ഇനി എർത്തിൻ്റെ കേസ് മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത് എപ്പോഴും എർത്തിൻ്റെ മാസ് ഇട്ടിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം എഫ് ഇസ് ഈക്വൽ ടു Gm/r², ക്യാപിറ്റൽ എം സ്മോൾ m/r². അതിൽ ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് മാസ് ഓഫ് എർത്തും സ്മോൾ എം എന്ന് പറയുന്നത് മാസ് ഓഫ് ദാറ്റ് ഓബ്ജക്റ്റുമാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കേ, വലിയ ഒരു ഓബ്ജക്റ്റ്, അതായത് സണ്ണും എർത്തുമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഒന്ന് മാസ് കൂടുതലുള്ളതും ഒന്ന് മാസ് കുറവുള്ളതും. പക്ഷേ ഇവരുടെ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് ഒബ്ജക്ട്സ് മാത്രം കൺസിഡർ ചെയ്യാന്നുണ്ടെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും ഈക്വൽ അല്ലേ? കാരണം എന്താണ്? രണ്ട് പേരുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എടുത്താലും അവിടെ നമ്മൾ മാസ് എന്താ ചെയ്യുന്നത്? അവിടെ പ്രോഡക്റ്റ് ഓഫ് ദ മാസ്സാണ് എടുക്കുന്നത്. അല്ലാതെ ഒരാളുടെ മാസ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത് അല്ല, രണ്ട് പേരുടെ മാസും കൺസിഡർ ചെയ്യുന്നുണ്ട്. അവരുടെ പ്രോഡക്റ്റാണ് അവിടെ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ F1 എന്ന് പറയുന്നതും F2 എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും ആ രണ്ട് ഒബ്ജക്ട്സിനെ കൺസിഡർ ചെയ്യുമ്പോൾ. ഓക്കെ, സോ F1 ഇസ് ഈക്വൽ ടു F2 ഇസ് ഈക്വൽ ടു Gm1 അല്ലെങ്കിൽ Gm/r². ഓക്കെ, നിങ്ങൾ ഒരൊറ്റ ഇക്വേഷൻ പഠിക്കുക, F ഇസ് ഈക്വൽ ടു Gmm/r². G എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. ഈ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് യൂണിവേഴ്സിൽ എവിടെ എടുത്താലും എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ആ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കാൻ. ഇനി ചോദിക്കുന്നതാണ് ജിയുടെ യൂണിറ്റ്. അത് SI സിസ്റ്റത്തിലും ചോദിക്കാം, CJ സിസ്റ്റത്തിലും ചോദിക്കാം. SI സിസ്റ്റത്തിലാണെങ്കിൽ യൂണിറ്റ് വന്നിട്ട് എന്താണ്? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. അതെങ്ങനെയാണ് വന്നത്? നമുക്കറിയാം F ഇസ് ഈക്വൽ ടു Gmm/r². നമുക്ക് മാസ് എന്താണെന്നറിയാം. അത് നമുക്ക് ജീനെ മാത്രം എടുക്കുകയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാലോ ആ ഇക്വേഷൻ, F/r²/mm എന്ന് എഴുതാം. എഫിൻ്റെ യൂണിറ്റ് എന്താണ്? നമുക്ക് ഓൾറെഡി അറിയാം, ന്യൂട്ടൺ ആണ്. സോ ന്യൂട്ടൺ. ഇനി r², അതായത് മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ mm, രണ്ടും മാസാണ്. അപ്പോൾ എന്താണ് യൂണിറ്റ്? കിലോഗ്രാം ആണ്. സോ കിലോഗ്രാം സ്ക്വയർ. സോ വിൽ ഗെറ്റ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ അഥവാ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കിലോഗ്രാം റേസ് ടു -2. ഓക്കെ, നെക്സ്റ്റ് CJ സിസ്റ്റത്തിലാണെങ്കിലോ ന്യൂട്ടണിന് പകരം ഡൈൻ വരും, മീറ്ററിന് പകരം സെൻറ്റിമീറ്റർ വരും, കിലോഗ്രാമിന് പകരം ഗ്രാം വരും. നമുക്ക് വീണ്ടും മെയിൻസിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എത്ര ഡൈൻ ആണ്? എത്ര ഡൈൻ ആണ്? 10⁵ ഡൈൻ ആണ്. ഓക്കെ, മെയിൻസിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് 1 ന്യൂട്ടൺ ഇസ് ഈക്വൽ ടു 10⁵ ഡൈൻ. ഓക്കെ, സോ രണ്ട് യൂണിറ്റ് പറഞ്ഞിരിക്കണം, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ എന്നും CJ സിസ്റ്റത്തിലാണെങ്കിൽ ഡൈൻ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ ഗ്രാം സ്ക്വയർ. ദ വാല്യൂ ഓഫ് G വാസ് ഫസ്റ്റ് എക്സ്പെരിമെൻ്റലി ഡിറ്റർമൈൻഡ് ബൈ കാവൻഡിഷ് ആണ്. നമുക്ക് ചിലപ്പോഴൊക്കെ PSC ഈ പറയുന്ന പോലെ പ്രോബ്ലംസ് ചോദിക്കുമ്പോൾ ജിയുടെ വാല്യൂ തന്നിരിക്കും, ക്വസ്റ്റനോടൊപ്പം തന്നിരിക്കും. ഇനി അങ്ങനെ തന്നിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് പഠിച്ചിരിക്കണം? ജിയുടെ ഈ വാല്യൂ പഠിച്ചിരിക്കണം. എന്താണ്? 6.67 × 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. എന്താണ്? 6.67 × 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. ഓക്കെ, സോ ഈ വാല്യൂ അറിഞ്ഞിരിക്കണം, നമുക്ക് പ്രോബ്ലംസിന് ആവശ്യമായി വരുന്നതാണ്. ഓക്കെ, ഇനി അതല്ല ജിയുടെ വാല്യൂ എന്താണെന്നും ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുകൊണ്ട് നിങ്ങൾ ഈ വാല്യൂ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഈ വാല്യൂ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സോ നമ്മൾ ഇത്ര നേരം ഗ്രാവിറ്റി എന്താണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി എന്താണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി? ഒരു ഒബ്ജക്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ഒബ്ജക്റ്റ് ഒരു പർട്ടിക്കുലർ ഹൈറ്റ് അല്ലെങ്കിൽ എന്താണ്, നമ്മളൊരു ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് താഴോട്ട് ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യാണ് ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ നിന്ന്. അതെന്ത് ചെയ്യും? താഴോട്ട് വരും തോറും അതിൻ്റെ വെലോസിറ്റി കൂടും. അതായത് ആ ഒബ്ജക്റ്റിന് ഒരു ആക്സലറേഷൻ ഉണ്ടാകും. ദാറ്റ് ആക്സലറേഷൻ ഇസ് ഡ്യൂ ടു ദി എർത്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതായത്
എർത്ത് ഇവിടെ നിന്ന് ഒരു ഒബ്ജക്റ്റിനെ താഴേക്ക് വലിച്ചെടുക്കുന്നത് കൊണ്ടാണ് ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഒബ്ജക്റ്റിനൊരു വെലോസിറ്റി കൂടുന്നതും അതിനോടൊപ്പം അതിനൊരു വെലോസിറ്റി കൂടിക്കൂടി അതിനൊരു ആക്സിലറേഷൻ അറ്റൈൻ ചെയ്യുന്നതും. ദാറ്റ് ആക്സിലറേഷൻ ഇസ് കോൾഡ് ദി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ക്ലിയർ? സോ എർത്ത് ഇവിടെ നിന്ന് ഒന്ന് വലിക്കുകയാണ്. അപ്പോൾ എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ പുള്ള് കൊണ്ട് ആ ഒരു ഒബ്ജക്റ്റിന് വരുന്ന ആക്സിലറേഷനെയാണ് നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ആക്സിലറേഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് ബൈ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഇസ് നോൺ ആസ് ദി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ജി എന്ന് വെച്ചിട്ടാണ്. ഓക്കെ, ദിറ്റ് ഈസ് കോൾഡ് ഭൂഗുരുത്വ ത്വരണം. ഓക്കെ, നമുക്ക് ഈ ജീനെ ബേസ് ചെയ്തിട്ടും പ്രോബ്ലംസ് ധാരാളം ചോദിക്കാറുണ്ട്. നമുക്കപ്പോൾ സ്മോൾ ജിയും ക്യാപിറ്റൽ ജിയും തമ്മിലുള്ള റിലേഷൻ നോക്കാം. സ്മോൾ ജി എന്താണ്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ക്യാപിറ്റൽ ജി എന്താണ്? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്, യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, സോ അത് രണ്ടും തിരിഞ്ഞു പോയത് സ്മോൾ ജി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും ക്യാപിറ്റൽ ജി എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റുമാണ്. ലെറ്റ് us കൺസിഡർ, നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എടുത്തു. F is equal to G capital M by R square, അതറിയാം. ഇനി നമ്മൾ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്കറിയാം ഒരു ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് കാരണം ആ ഒബ്ജക്റ്റിനൊരു ആക്സലറേഷൻ ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ സെക്കൻഡ് ലോ ഓഫ് മോഷൻ പറയുന്നതാണ്. അവിടെ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ന്യൂട്ടൺസ് ലോ ഓഫ് മോഷനൊക്കെ നമ്മൾ പഠിക്കും. ഇവിടെ ജസ്റ്റ് നിങ്ങൾ ആ ഒരു ഇക്വേഷൻ മാത്രം അറിഞ്ഞിരിക്കണം. എഫ് ഇസ് ഈക്വൽ ടു എം എ. ഒരു ഒബ്ജക്റ്റിൽ ഒരു സ്റ്റേബിളായിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റേഷനിലായിട്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിലേക്ക് ഒരു മാസ്സുള്ള ഒരു ഒബ്ജക്റ്റിലേക്ക് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പം അതിന് അക്വയർ ചെയ്യുന്ന ആക്സിലറേഷൻ, ഇതെല്ലാം കൂടെ നമ്മൾ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുക? ഈ രണ്ട് ഇക്വേഷനും നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഡെറിവേഷൻ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ആ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. എന്നാലും എങ്ങനെയാണ് ഇക്വേഷനിലേക്ക് എത്തിയതെന്ന് പറഞ്ഞുതരാം. എഫ് ഇസ് ഈക്വൽ ടു എം എ, ഇത് രണ്ട് ഇക്വേഷനും എഫ് ഇസ് ഈക്വൽ ടു ജി എം എം ബൈ ആർ സ്ക്വയറും എഫ് ഇസ് ഈക്വൽ ടു എം എ, ഈ രണ്ട് ഇക്വേഷനും നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. സോ നോക്കിക്കേ, ഫസ്റ്റ് ഇക്വേഷനിനകത്ത് എഫ് ഇസ് ഈക്വൽ ടു എം എ, മാസ് ഓഫ് ദി എർത്തും ആ ഒബ്ജക്റ്റിൻ്റെ മാസ് സ്മോൾ എം എം, ജി എം എം ബൈ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എം എ എന്ന് നമുക്ക് എഴുതാമല്ലോ. ഇവിടെ സ്മോൾ എമ്മും എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് പോകും. അതായത് സ്മോൾ എം എന്ന് പറയുന്നത് ഒബ്ജക്റ്റിൻ്റെ മാസ്സാണ്, എർത്തിൻ്റെ മാസ് അല്ല. ഒബ്ജക്റ്റിൻ്റെ മാസ് ക്യാൻസൽ ചെയ്ത് പോയി. ദാറ്റ് ആക്സിലറേഷൻ ക്യാൻ ബി കോൾഡ് ആസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എന്ത് ഇക്വേഷനിലേക്ക് എത്തി? ജി ഇസ് ഈക്വൽ ടു സ്മോൾ ജി ഇസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ. ഇവിടെ നോക്കിക്കേ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പറഞ്ഞപ്പോൾ എന്താ? ജി എം എം ബൈ ആർ സ്ക്വയർ. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതേസമയം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഒരു ഒബ്ജക്റ്റിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? എർത്തിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഒന്നുകൂടി പറയാം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഗ്രാവിറ്റി എന്ന് പറയുന്നത് എർത്തിൻ്റെ മാസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ, ഒബ്ജക്റ്റിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ രണ്ട് ഇക്വേഷനും പഠിച്ചല്ലോ. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് ജി എം എം ബൈ ആർ സ്ക്വയറും ഗ്രാവിറ്റി എന്ന് പറയുന്നത് ജി എം ബൈ ആർ സ്ക്വയർ. ആ എം എന്ന് പറയുന്നത് ക്യാപിറ്റൽ എം ആയിരിക്കണം. ഓക്കെ, ആർ എന്താണ്? എർത്തും ആ ഒരു ഒബ്ജക്റ്റ് എവിടെയാണോ പ്ലേസ് ചെയ്തിരിക്കുന്നത് അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ആർ എന്ന് പറയുന്നത്. അതിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. From this equation, it is clear that the acceleration due to gravity is independent of the mass of the object. It depends only on the mass of the earth. എന്താണ്? എർത്തിൻ്റെ മാസിനെ മാത്രമേ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു ഹെവി ബോഡിയും ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ബോഡിയും ഒരേ സ്ഥലത്ത് നിന്ന് ഒരേ ടൈമിൽ നമ്മൾ ഡ്രോപ്പ് ചെയ്യാണ്. ഏതാദ്യം താഴെ എത്തും? അപ്പോൾ നിങ്ങൾ ആലോചിക്കും, അതിന് രണ്ട് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഒരു മാംഗോ ട്രീയിൽ നിന്ന് ഒരു മാമ്പഴവും അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഇലയും താഴേക്ക് വീഴുകയാണ്. ഒരേ സമയത്താണ് വീഴുന്നതെങ്കിൽ ഏതാദ്യം താഴെ എത്തും? മാംഗോ. നേരത്തെ നമ്മൾ പറഞ്ഞു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് മാസ് ഓഫ് ദി ഒബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്?
ഇവിടെ ഇതിൻ്റെ വെയിറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ മാസിനെ അടിസ്ഥാനമാക്കിയല്ല ഇത് താഴെ എത്തുന്നത്. ദിസ് ഇസ് ബിക്കോസ് ഓഫ് ദി എയർ റെസിസ്റ്റൻസ് കൊണ്ട് ഒന്ന് മാത്രമാണ് ഈ മാംഗോ ലീവ്സും രണ്ടും ഒരേ സമയം താഴേക്ക് വീഴുകയാണെങ്കിൽ ആദ്യം എന്ത് പതിക്കുന്നത്? മാംഗോ താഴെ പതിക്കുന്നത്. ഇത് ഒരു വാക്വത്തിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അല്ലെങ്കിൽ എയർ റെസിസ്റ്റൻസ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ രണ്ടും ഒരേ സമയത്തെ താഴേക്ക് പതിക്കുള്ളൂ. ഓക്കെ, ആ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഈ ഒരു പോയിന്റ് കൂടി ആഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, സോ ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുകയാണ് വിച്ച് വൺ വിൽ എക്സ്പീരിയൻസ് ഗ്രേറ്റർ ആക്സിലറേഷൻ. അവിടെ എന്താണ് ആൻസർ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഒരു വ്യത്യാസവുമില്ല. രണ്ട് പേർക്കും ഒരേപോലെയാണ്, ഒരേ സമയത്താണ് താഴേക്ക് വീഴുന്നെങ്കിൽ രണ്ട് പേർക്കും സമയം വ്യത്യാസം വരുന്നില്ല. രണ്ട് ഒബ്ജക്റ്റിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യാത്തിടത്തോളം കാലം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് രണ്ട് പേർക്കും എന്താണ് ചെയ്യുന്നില്ലല്ലോ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് രണ്ട് ഒബ്ജക്ട്സിനും സെയിം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. പക്ഷേ തന്നിരിക്കുന്ന രണ്ട് കണ്ടീഷൻ, രണ്ട് എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഒരു പീസ് ഓഫ് പേപ്പറും ഒരു കോയിനും ഒരേ സമയം താഴേക്ക് വീഴുകയാണെങ്കിൽ കോയിൻ ആയിരിക്കും ആദ്യം എത്തുന്നത്, പിന്നീടായിരിക്കും ആ പേപ്പർ താഴെ എത്തുന്നത്. ദാറ്റ് ഇസ് ബിക്കോസ് എന്താണ്? അവിടെ എയർ റെസിസ്റ്റൻസ് ഒന്നുകൊണ്ട് മാത്രമാണ്. ഓക്കെ, ലെറ്റ്സ് കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ജി ഓൺ എർത്ത്. ഇനി നമുക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ, എർത്തിലുള്ള വാല്യൂ നമുക്ക് നോക്കാം. ഈ രണ്ട് ഫാക്ട്സും നിങ്ങൾ അറിഞ്ഞിരിക്കണം. എർത്തിൻ്റെ മാസ് എത്രയാണ്? 6 × 10⁻²4 കിലോഗ്രാം ആണ്. എർത്തിൻ്റെ റേഡിയസ് വന്നിട്ട് 6.4 × 10⁻6 മീറ്റർ ആണ്. ഓക്കെ, ഇത് കിലോമീറ്ററിലേക്ക് നിങ്ങൾക്ക് മാറ്റാം, അതല്ലെങ്കിൽ മീറ്ററിൽ പഠിച്ചാലും മതി. നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിട്ട് വരുന്നത് മീറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ കൊടുത്തിട്ടുള്ളത്. രണ്ടും SCERT തന്നിട്ടുണ്ട്, അതുകൊണ്ട് പഠിച്ചിട്ടേ പോകാവൂ. ഓക്കെ, മാസ് ഓഫ് ദി എർത്ത് എന്ന് പറയുന്നത് 6 × 10⁻²4 കിലോഗ്രാമും റേഡിയസ് ഓഫ് ദി എർത്ത് എന്ന് പറയുന്നത് 6.4 × 10⁻6 മീറ്ററുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. ജി എന്തായിരുന്നു? 6.67 × 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. അത് വേണ്ട, നമുക്കിവിടെ ജസ്റ്റ് വാല്യൂ മാത്രം എടുക്കാം. മാസ് എന്താണ്? 6 × 10⁻24. ആർ എന്താണ്? 6.4 × 10⁻6. ഇവിടെ ആറാണോ എടുക്കുന്നത്? ആർ സ്ക്വയർ. സോ ഇതെല്ലാം കൂടെ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തിലേക്ക് എത്തുന്നത്? ഈ വാല്യൂയിലേക്ക് നമ്മൾ എത്തുന്നത്. സോ വാല്യൂ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് എർത്ത് ഇസ് 9.8 m/s². ഓക്കെ, 9.8 m/s². ഇത് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അറിയുന്നതാണ്. ഇതെങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ഈ ഒരു ഇക്വേഷൻ വെച്ച് കാണിച്ചത്. ഓക്കെ, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും തമ്മിലുള്ള ഒരു വ്യത്യാസം തന്നിട്ടുണ്ട്. ഒന്നുമില്ല, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് നമുക്ക് കിട്ടുന്നത് എല്ലാം നമ്മൾ നേരത്തെ F = g/m/r² എന്ന് കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ അതിൽ g നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ F r² m/mm എന്ന് നമ്മൾ എടുത്തു. അതിൽ F എന്ത് ചെയ്യുക? എല്ലാം നമ്മൾ യൂണിറ്റ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നാണ് നമുക്ക് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തെടുക്കുന്നത്. അത് നിങ്ങൾക്ക് അത്യാവശ്യമില്ല എങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു പോയിന്റ് നോക്കിയാൽ മതി. ഓക്കെ, സോ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ടിങ് ബിറ്റ്വീൻ യൂണിറ്റ് മാസ് kept at a unit distance away from each other equals gravitational constant. Acceleration due to gravity എന്താണ്? The acceleration produced in a body under the influence of the force of gravity alone. ഓക്കെ, എർത്തിൻ്റെ ഗ്രാവിറ്റി കൊണ്ടൊന്ന് മാത്രം ആ ഒബ്ജക്റ്റിന് ലഭിക്കുന്ന ആക്സലറേഷനെയാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഈസ് ദ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സെയിം എവ്രിവെയർ ഓൺ ദ എർത്ത്? എല്ലായിടത്തും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സെയിം ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആണോ? അല്ല. ഓക്കെ, എന്നാൽ അത് എന്തുകൊണ്ടാണ്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചേഞ്ച് സംഭവിക്കുന്നത് 3 കാരണങ്ങൾ കൊണ്ട് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ചേഞ്ചസ് വരുന്നുണ്ട്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് എർത്ത് എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് സ്ഫിയർ അല്ല. എർത്തിൻ്റെ സ്ട്രക്ചർ വന്നിട്ട് ഇറ്റ് ഈസ് കോൾഡ് ഒബ്ലേറ്റ് സ്ഫിറോയിഡ്. എന്താണ്? ഒബ്ലേറ്റ് സ്ഫിറോയിഡ് എന്നാണ് അറിയപ്പെടുന്നത്. ദാറ്റ് മീൻസ് അതിനൊരു സ്ഫെറിക്കൽ സ്ട്രക്ചറുണ്ട്, പക്ഷേ എക്സാക്ട്ലി ഒരു പെർഫെക്റ്റ്ലി റൗണ്ട് അല്ല. ഓക്കെ, സോ ദാറ്റ് സ്ട്രക്ചർ ഇസ് കോൾഡ് ഒബ്ലേറ്റ് സ്ഫിറോയിഡ്. സ്ഫെറിക്കൽ ആണോ എന്ന് ചോദിച്ചാൽ ആണ്, പക്ഷേ ഒരു പെർഫെക്റ്റ് റൗണ്ട് ഷേപ്പ് അല്ല അതിന് വരുന്നത്. അതുകൊണ്ടാണ് നമ്മളൊരു പെർഫെക്റ്റ് സ്ഫിയർ അല്ല എന്ന് നമ്മൾ പറയുന്നത്. ഇതാണ് മെയിനായിട്ട് ഈ പറയുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ ചേഞ്ച് ആകാനുള്ള കാരണം.
The changes are as follows: effect of shape of Earth on G, effect of height above the surface of Earth on G, effect of depth below the surface of Earth surface on G. അതായത് ഒന്ന് എർത്തിൻ്റെ ഷേപ്പ് കൊണ്ട് ജിക്ക് വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ട്. രണ്ട്, എർത്തിൻ്റെ സർഫസിൽ നിന്നും ഒരു പർട്ടിക്കുലർ ഹൈറ്റിലോട്ട് പോയാൽ ജിയുടെ വാല്യൂ ചേഞ്ച് ചെയ്യും. എർത്തിൻ്റെ സർഫസിൽ നിന്നും ഒരു പർട്ടിക്കുലർ ഡെപ്തിലോട്ട് പോയാലും ജിയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതാണ്. എഫക്റ്റ് ഓഫ് ഷേപ്പ് ഓഫ് എർത്ത് ഓൺ ജി. ഇതിവിടെ നോക്കിക്കേ. എർത്ത് ഇസ് ഫ്ലാറ്റൻഡ് അറ്റ് പോൾസ് ദാൻ ദി ഇക്വേറ്റർ. ഇവിടെ നിങ്ങൾ ഈ ഒരു ഡിസ്റ്റൻസും ഈ ഒരു ഡിസ്റ്റൻസ് നോക്കിക്കേ, എക്സാക്റ്റ് ആണോ? അല്ല, ഡിസ്റ്റൻസിൽ വ്യത്യാസം ഉണ്ട്. എർത്ത് എന്ന് പറയുന്നത് പോൾസിൽ ഫ്ലാറ്റൻഡും മറ്റിടത്ത് ഇക്വേറ്ററിനെക്കാട്ടിയും കുറച്ചുകൂടി ഫ്ലാറ്റൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എർത്തിൻ്റെ പോൾ തമ്മിലുള്ള റേഡിയസ് എന്ന് പറയുന്നത് എർത്തിൻ്റെ സെൻട്രൽ മുതൽ പോൾ വരെയുള്ള ഡിസ്റ്റൻസും എർത്തിൻ്റെ സെൻറ്റർ മുതൽ ഇക്വേറ്റർ വരെയുള്ള ഡിസ്റ്റൻസും നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ് കൂടുതൽ റേഡിയസ് കൂടുതൽ തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ വരുന്നത്? ഇക്വേറ്ററിലാണ്. അതായത് പോൾ വരെയുള്ള റേഡിയസ് എന്ന് പറഞ്ഞാൽ കുറവാണ്, അതേസമയം ഇക്വേറ്റർ വരെയുള്ള റേഡിയസ് കൂടുതലാണ്. നമുക്കറിയാം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് gm/r² ആണ്. ഇവിടെ നമുക്ക് നമുക്ക് കോൺസ്റ്റൻ്റ് ആണെന്നറിയാം, എർത്തിൻ്റെ മാസം നമുക്ക് വാല്യൂ അറിയാം. അപ്പോൾ അത് രണ്ടിനെയും നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ജി എന്ന് പറയുന്നത് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r². അതായത് ഇവിടെ എന്താണ്? റേഡിയസ് ആണ്. അപ്പോൾ എന്താണ്? റേഡിയസിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ് പ്രൊപ്പോർഷനാണ് ഗ്രാവിറ്റി. അതെന്താ മീൻ ചെയ്യുന്നത്? റേഡിയസ് കൂടിക്കഴിഞ്ഞാൽ ജി കുറയും. ഓക്കെ, റേഡിയസ് കൂടിയാൽ ജി കുറയും, റേഡിയസ് കുറഞ്ഞാൽ ജി കൂടും. അപ്പോൾ പോൾസിലോട്ടാണ് ഇക്വേറ്ററിലോട്ടാണോ റേഡിയസ് കൂടുതലുള്ളത്? ഇക്വേറ്ററിലോട്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇക്വേറ്ററിലുള്ള ജിയുടെ വാല്യൂ കുറവായിരിക്കും. So radius of poles is less than that of the radius of equator. So the G of poles is greater than G at equator. ഓക്കെ, സോ റേഡിയസ് എവിടെയാണോ കുറവ്, നമുക്കറിയാം ഡിനോമിനേറ്ററിലുള്ള വാല്യൂ കുറഞ്ഞാലേ നമുക്ക് ഹോൾ വാല്യൂ എന്ത് കിട്ടുള്ളൂ? കൂടി കിട്ടത്തുള്ളൂ. അപ്പോൾ ഡിനോമിനേറ്ററിൽ റേഡിയസ് കൂടുതലുള്ള എവിടെയാണ്? ഇക്വേറ്ററിലാണ്. അപ്പോൾ അവിടെ ജി കുറവും. പോൾസിലോട്ട് നോക്കുകയാണെങ്കിൽ എന്താണ്? റേഡിയസ് കുറവും. അപ്പോൾ അന്ന് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പോൾസിലേക്കുള്ള റേഡിയസ് കുറവായിട്ടായിരിക്കും. അപ്പോൾ ജിയുടെ വാല്യൂ എന്താണ്? അവിടെ കൂടുതലായിട്ട് നമുക്ക് തോന്നും. ഓക്കെ, അതാണ് ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ജിയിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. The value of G is less at the equator than at the poles. Therefore, acceleration due to gravity is maximum at poles and minimum at equator. Okay. Next condition നമുക്ക് നോക്കാം. Effect of height above the surface of earth. ഇനി എർത്തിൻ്റെ സർഫസിൽ നിന്നും ഒരു പർട്ടിക്കുലർ ഹൈറ്റിലേക്ക് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ കൊണ്ട് വെക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങനെ ബാധിക്കും എന്നാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. നമുക്ക് ഇക്വേഷൻ അറിയാം, G is equal to gm/r². ഓക്കെ, ഈ ആറ് നമ്മൾ റേഡിയസ് ഓഫ് എർത്ത് ആണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ആറിന് ക്യാപിറ്റൽ ആർ കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെ നമ്മളൊരു പർട്ടിക്കുലർ ഹൈറ്റിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ r+h ആവില്ലേ? ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് r+h ആകും. അപ്പം നമ്മുടെ വാല്യൂ എങ്ങനെ ചേഞ്ച് ചെയ്യും? G ഡാഷ്, അതായത് ന്യൂ വാല്യൂ ഓഫ് G എന്ന് പറയുന്നത് gm/r+h². നമുക്ക് കൂടുതലും പ്രോബ്ലംസ് വരുമ്പോൾ ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ തന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അങ്ങനെ അല്ലെങ്കിൽ ഡെപ്തിൻ്റെ കാര്യങ്ങളും ക്വസ്റ്റ്യൻസ് വരും. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ എല്ലായ്പ്പോഴും ഈ പറയുന്ന ക്യാപിറ്റൽ ജിയുടെ വാല്യൂ, എമ്മിൻ്റെ വാല്യൂ, ആറിൻ്റെ വാല്യൂ, പിന്നെ ആ ചെറിയ ഒരു ഹൈറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ, ഇതെല്ലാം കൂടി ഇട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ പാടാണ്. അപ്പം നമ്മൾ ഇക്വേറ്റ് ചെയ്ത് പുതിയ ഒരു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ജി ഡാഷ് എന്ന് പറയുന്നത് ജി ഇൻറ്റു 1 - 2h/r ആണ്. എന്താണ് ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്കറിയാം G is equal to gm/r². ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ. ഈ ഫസ്റ്റും സെക്കൻഡും തമ്മിലുള്ള റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഇക്വേറ്റ് ചെയ്ത് ഇതിലേക്ക് എത്താം. G ഡാഷ് is equal to G ഇൻറ്റു 1 - 2h/r. ഈ 1 - 2h/r എന്ന് പറയുന്നത് 2hന് മാത്രമാണ്. 1 - 2h/r.
അപ്പോൾ നിങ്ങൾക്ക് എന്താണ് എളുപ്പമാണ്. നിങ്ങൾക്ക് ഇനി എത്രയാണോ എത്ര ഹൈറ്റിലേക്ക് തന്നിട്ട് വെച്ചിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ജി ഡാഷ് എന്ന് പറയുന്നത് ഈക്വൽ ടു ജിൻ്റെ വാല്യൂ എന്താണ് 9.8 ആണ്. ഇൻറ്റു 1 - 2 ഇൻറ്റു എത്ര ഹൈറ്റ് ആണോ ഡിവൈഡ് ബൈ റേഡിയസ് നിങ്ങൾക്ക് അറിയാം. അപ്പം ഈസി ആയിട്ട് നിങ്ങൾക്ക് വാല്യൂയിലേക്ക് എത്താനായിട്ട് പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാത്തിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കേണ്ടി വരും. ജിയുടെ വാല്യൂ, ക്യാപിറ്റൽ ജിയുടെ വാല്യൂ ഇടണം, മാസിൻ്റെ വാല്യൂ ഇടണം, ആറും എച്ചും കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ സ്ക്വയർ എടുക്കണം. വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഇക്വേഷൻ പഠിക്കുക. എന്താണ്, ഒരു പർട്ടിക്കുലർ ഹൈറ്റിലോട്ട് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങനെ ചേഞ്ച് ആകും? ജി ഡാഷ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 - 2h/r. ഇവിടെ നോക്കിക്കേ, ഇവിടുത്തെ വാല്യൂ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? 1 - 2h/r. അതായത് ജിയുടെ വാല്യൂവിൽ നിന്നും 2h/r എന്ന് പറയുന്ന ഒരു വാല്യൂ കുറയുകയാണ്. ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ കൊണ്ട് നമ്മളൊരു ഒബ്ജക്റ്റിനെ വെച്ചാലും അവിടെ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ജിയുടെ വാല്യൂ സർഫസിൽ നിന്നും ഒരു പർട്ടിക്കുലർ ഹൈറ്റിലോട്ട് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ജിയുടെ വാല്യൂ കുറയും. ദാറ്റ് മീൻസ് 2h/r എന്ന് പറയുന്ന വാല്യൂ അവിടെ കുറയുന്നതായിട്ടാണ് നമുക്ക് ഇക്വേഷനിൽ കിട്ടിയത്. സോ നമുക്കതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഒരു പർട്ടിക്കുലർ ഹൈറ്റിലോട്ട് നമ്മളൊരു ഒബ്ജക്റ്റിനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ജിയുടെ വാല്യൂ കുറയും. 9.8ൽ നിന്നും കുറഞ്ഞ് നമുക്ക് കിട്ടത്തുള്ളൂ. Okay, so as we move above the surface of Earth, the distance r from the center of Earth increases as g is equal to gmi/r square. Therefore, the value of acceleration due to gravity decreases with height above the surface of Earth. Okay, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാവിറ്റി എന്ത് ചേഞ്ച് ആണ് വരുന്നത്? ഒരു പർട്ടിക്കുലർ ഹൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഗ്രാവിറ്റി കുറയും. 9.8 തന്നെ കിട്ടില്ല, അതിലും കുറഞ്ഞ് നമുക്ക് വാല്യൂ കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് സെക്കൻഡ് കണ്ടീഷൻ, ലാസ്റ്റ് കണ്ടീഷൻ നോക്കാം. എന്താണ് ലാസ്റ്റ് കണ്ടീഷൻ വന്നിട്ട് എഫക്റ്റ് ഓഫ് ഡെപ്ത് ബിലോ ദ സർഫസ് ഓൺ ജി. ഓക്കെ, എഫക്റ്റ് ഓഫ് ഡെപ്ത് ബിലോ ദ സർഫസ് ഓൺ ജി. ഇവിടെ എന്താണ്? ഇനി എർത്തിൻ്റെ സർഫസിൽ, അതായത് സെൻറ്റർ മുതൽ സർഫസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് റേഡിയസ് ഓഫ് എർത്ത് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ക്യാപിറ്റൽ ആർ ആയിട്ട് എടുത്തത്. ഇനി എന്താണ്? സർഫസ്, എർത്തിൻ്റെ സർഫസിൽ നിന്നും അകത്തോട്ട് താഴോട്ട് ഡെപ്തിലോട്ട് പോകുകയാണെങ്കിൽ ജിയുടെ വാല്യൂ എന്താകും എന്നാണ്. നമുക്കറിയാം ജി ഇസ് ഈക്വൽ ടു gm/r സ്ക്വയർ. ഇവിടെ എന്താകും? gm/r - d the whole square. കാരണം എന്താണ്? ഈ ഒരു ഡിസ്റ്റൻസ് ആറും ഇത്ര ഡിസ്റ്റൻസ് കുറയുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ടോട്ടൽ ആറിൽ നിന്നും ആ ഒരു സ്മോൾ d ഡിസ്റ്റൻസ് കുറയ്ക്കുന്നതായിരിക്കും നമ്മുടെ ഗ്രാവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഒബ്ജക്റ്റ് ഇപ്പം ഒരു ഡെപ്തിലിരിക്കുകയാണ്. അപ്പം ഇത്ര ഡെപ്ത് നമ്മൾ ആറിൽ നിന്നും കുറയ്ക്കണം. സോ നമ്മുടെ വാല്യൂ gm/r - d the whole square എന്ന് വരും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു ഡൗട്ട് വരാനുള്ള സാധ്യത എവിടെയാണ്? നമ്മൾ നേരത്തെ gm/r സ്ക്വയർ ആണ്, ഇവിടെ gm/r - d the whole square. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഡെപ്തിലോട്ട് വരുമ്പോൾ ജിയുടെ വാല്യൂ കൂടത്തേലേ ഉള്ളൂ. കാരണം gm/r സ്ക്വയർ, കാരണം ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ കുറഞ്ഞാൽ ഹോൾ വാല്യൂ കൂടും. മറ്റേ gm/r സ്ക്വയർ, ഇവിടെ gm/r - d the whole square. എങ്ങനെ നോക്കിയാലും ആറിൻ്റെ വാല്യൂ കുറയുന്നതായിട്ടല്ലേ തോന്നും എന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷെ തെറ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ജസ്റ്റ് ഡെപ്ത് മാത്രമല്ല നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, എർത്തിൻ്റെ സ്ഫിയർ കൺസിഡർ ചെയ്യണം. അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ എർത്തിൻ്റെ ഡെൻസിറ്റി കൺസിഡർ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം, നിങ്ങൾക്കിനി അത്യാവശ്യമാണ്, നിങ്ങൾക്ക് ഡെറിവേഷൻ ആവശ്യമില്ല എങ്കിലും നിങ്ങൾക്കിത് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് നോക്കാം. നമുക്കറിയാം ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? മാസ് ബൈ വോളിയമാണ്. മറ്റിടത്ത് നമുക്ക് ഈ സ്ഫിയറിൻ്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ പ്രശ്നങ്ങളൊന്നും നമ്മൾ എഫക്റ്റ് ചെയ്യുന്നത്, കാരണം എർത്തിൻ്റെ സർഫസിൽ നിന്ന് മുകളിലോട്ടാണ് പോകുന്നത്. അപ്പോൾ എർത്തിൻ്റെ സർഫസിനെ നമുക്ക് ഇതിനൊന്നും ബാധിക്കുന്നില്ല. പക്ഷേ ഇവിടെ എന്താണ്? താഴോട്ടാണ് വരുന്നത്. അപ്പോൾ എർത്തിൻ്റെ ഡെൻസിറ്റി ഇത് ബാധിക്കും. സോ ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയമാണ്. നമുക്കിതിനെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. മാസ് എന്ന് പറയുന്നത് നമുക്കറിയാം മാസ് ഓഫ് എർത്ത് ആണ്. ബൈ വോളിയം എന്താണ്? സ്ഫിയറിൻ്റെ വോളിയം നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 4/3 πr³. ഓക്കെ, സോ നമുക്കിവിടെ മാസ് മാത്രമായിട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ എങ്ങനെ ഇതിനെ നമുക്ക് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. m = 4/3 πr³ റോ. ഓക്കെ, ഇതാണ് നമുക്ക് നോർമലി ഉള്ള കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? നമ്മുടെ ഇവിടെ r എന്തായി? r - d ആയി. അപ്പോൾ നമുക്ക് സെക്കൻഡ് കണ്ടീഷൻ നോക്കാമല്ലോ. സെക്കൻഡ് കണ്ടീഷനിൽ എങ്ങനെ വരും? മാസ് എന്ന് പറയുന്നത് 4/3 π ഇൻറ്റു r - d the whole cube റോ. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷനിൽ നമുക്ക് ഇങ്ങനെ ആയിരുന്നു സർഫസിലിരിക്കുകയാണെങ്കിൽ. സെക്കൻഡ് കണ്ടീഷനിൽ നമുക്ക് ഇങ്ങനൊരു വാല്യൂ ആണ് കിട്ടുന്നത്, r - d the whole cube. നമുക്ക് ഈ വാല്യൂസ് എല്ലാം കൂടി
ജിയിലിട്ട് കൊടുക്കാം. ഓക്കെ, ഗ്രാവിറ്റി എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, Gm/r² ആണ്. നമുക്കിവിടെ എന്ത് ചെയ്യും, ജി എന്ന് പറയുന്നത് Gm/r-d² ആണ്. ഈ എമ്മിൻ്റെ വാല്യൂ ഇവിടെ ഇട്ട് കൊടുക്കാമല്ലോ. നേരത്തെ നമുക്ക് 4/3πr³ എന്ന് കിട്ടി. ഓക്കെ, ഫസ്റ്റ് കേസ് എടുക്കുവാണെങ്കിൽ r². ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് കേസ്. ഇനി ഇതിൻ്റെ കേസ് എടുക്കുമ്പോൾ എന്ത് ചെയ്യും, G × 4/3π r-d⁻r-d². കണ്ടോ, ഈ ഒരു രീതിയിലേക്ക് പോകും. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, ഈ r-d⁻r-d² തമ്മിൽ കട്ട് ചെയ്ത് പോകും. സോ G × 4/3πr-d⁻ ഇങ്ങനെ കിട്ടും. ഓക്കെ, സോ ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ G × 4/3πr. സോ ഇത് ഫസ്റ്റ് കേസ്, അതായത് സർഫസിലിരിക്കുകയാണെങ്കിൽ ഇത് സെക്കൻഡ് കേസ്. കണ്ടോ, ഞാൻ വീണ്ടും പറയുന്നു, ഡെറിവേഷൻ ആവശ്യമില്ല. ഓക്കെ, ഡെറിവേഷൻ ആവശ്യമില്ല. നമുക്കിനി ഈ G എന്ന് പറയുന്നത് നമുക്ക് G' ആയിട്ട് എടുക്കാം. ഇത് നോർമൽ G. സോ ഇതിനെ നമ്മൾ ഇതിൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തിലേക്ക് എത്തും, G' = G × 1 - d/r. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നു, ഇക്വേഷൻ മാത്രമേ ആവശ്യമുള്ളൂ, ഡെറിവേഷൻ ആവശ്യമില്ല. ഒരു ഡെപ്തിലേക്ക് പോകുമ്പോൾ ജിയുടെ വാല്യൂ എന്തായിട്ട് ചേഞ്ച് ചെയ്യും, ജിയുടെ വാല്യൂ ഇവിടെയും എന്താണ്, കുറയുക തന്നെയാണ്. കാരണം d/r എന്ന് പറയുന്ന വാല്യൂ കുറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം 9.8 നിന്നും വീണ്ടും വാല്യൂ ഇവിടെ കുറയും. ഓക്കെ, സോ G × 1 - d/r എന്ന വാല്യൂ ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഹൈറ്റിലോട്ട് പോകുമ്പോൾ എന്ത് വാല്യൂ ആയിരുന്നു കിട്ടുന്നത്, G' = G × 1 - 2h/r എന്നും, ഡെപ്തിലോട്ട് പോകുമ്പോൾ G' = G × 1 - d/r എന്ന വാല്യൂമാണ് കിട്ടുന്നത്. ക്ലിയർ? ഇനി മാക്സിമം അത് വാല്യൂ, അതായത് ആ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് സെൻറ്ററിലോട്ട് പോകും തോറും മാക്സിമം സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ ജിയുടെ വാല്യൂ എന്ത് ചെയ്യും, കുറഞ്ഞ് ജിയുടെ വാല്യൂ 0 ആകും. അപ്പോൾ എവിടെയാണ് ജിയുടെ വാല്യൂ 0 ആകുന്നത്, അറ്റ് ദി സെൻറ്റർ ഓഫ് എർത്ത്. ഓക്കെ, സോ ആ 3 കണ്ടീഷൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു ദി സെഷൻ ഡിഫറൻസ് ബിറ്റ്വീൻ മാസ് ആൻഡ് വെയിറ്റ്. മാസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന എത്രത്തോളം മാറ്റർ, അതായത് പ്രോട്ടോൺസ്, ഇലക്ട്രോൺസ്, ന്യൂട്രോൺസ് തുടങ്ങിയ എത്രത്തോളം മാറ്റർ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ആ വസ്തുവിൻ്റെ മാസ് എന്ന് പറയുന്നത്. അതേസമയം വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ ഫോഴ്സ് വിത്ത് വിച്ച് ദ എർത്ത് അട്രാക്ട് ആൻ ഓബ്ജക്റ്റ്. എന്താണ്, എർത്ത് എത്ര ഫോഴ്സ് കൊടുത്താണ് ആ ഒബ്ജക്റ്റിനെ അതിൻ്റെ സെൻറ്ററിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത്, അതാണ് ആ ഒബ്ജക്റ്റിൽ തോന്നിപ്പിക്കുന്ന വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മാസ് ഇസ് എ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ ഓബ്ജക്റ്റ്, വൈൽ വെയിറ്റ് ഇസ് എ ഫോഴ്സ് വിത്ത് വിച്ച് ദ എർത്ത് അട്രാക്ട് ആൻ ഒബ്ജക്റ്റ്. മാസ് റിമൈൻസ് സെയിം എവ്രിവെയർ, അതായത് എർത്തിൻ്റെ ഏത് ഭാഗത്തോട്ട് നിങ്ങൾ കൊണ്ടുപോയാലും മാസ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. വെയിറ്റ് ആണെങ്കിലോ ഇറ്റ് കീപ്സ് ഓൺ ചേഞ്ചിങ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. കാരണം എന്തായിരിക്കും, വെയിറ്റ് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, ജീനെ ഡിപ്പെൻഡ് ചെയ്യും. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിപ്പെൻഡ് ചെയ്യും. ജിയുടെ വാല്യൂ നമ്മൾ കുറച്ച് മുമ്പ് അങ്ങോട്ട് കണ്ടേ ഉള്ളൂ. ഹൈറ്റിലോട്ട് പോകുമ്പോൾ മാറുന്നുണ്ട്, ഡെപ്തിലോട്ട് പോകുമ്പോൾ മാറുന്നുണ്ട്, പോൾസിലോട്ട് പോകുമ്പോൾ മാറുന്നുണ്ട്, ഇക്വേറ്ററിലോട്ട് പോകുമ്പോൾ മാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പർട്ടിക്കുലർ സ്ഥലത്തും ഒരേപോലെ തന്നെയല്ല വെയിറ്റ് ഇരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. സോ വെയിറ്റ് ഓഫ് എ ബോഡി കീപ്സ് ഓൺ ചേഞ്ചിങ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. അതേസമയം മാസ് എന്താണ്, ഇറ്റ് റിമൈൻസ് കോൺസ്റ്റൻ്റ് ആണ്. മാസ് എന്ന് പറയുന്നത് മെഷർ ചെയ്യുന്നത് കിലോഗ്രാമിലാണെങ്കിൽ വെയിറ്റ് മെഷർ ചെയ്യുന്നത് എന്തിലാണ്, ന്യൂട്ടണിലാണ്. ഓക്കെ, മാസ് ഇസ് മെഷർഡ് ഇൻ കിലോഗ്രാം വൈൽ വെയിറ്റ് ഇസ് മെഷർഡ് ഇൻ ന്യൂട്ടൺ. മാസ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്, വെയിറ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. എന്താണ് സ്കെയിലാർ ക്വാണ്ടിറ്റി, വെക്റ്റർ ക്വാണ്ടിറ്റി എന്നൊക്കെ പറഞ്ഞാൽ, സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല. വെയിറ്റ് എന്ന് പറയുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന് ഒരു മാഗ്നിറ്റ്യൂഡുമുണ്ട്, ഡയറക്ഷനുമുണ്ട്. സ്കെയിലാർ വെക്റ്ററൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. മാസ് ആൻഡ് ഒബ്ജക്റ്റ് ക്യാൻ നെവർ ബി 0. ഒരിടത്തും മാസ് 0 ആകില്ല, പക്ഷേ വെയിറ്റ് 0 ആകാം. എവിടെ ആയിരിക്കും എന്നാൽ വെയിറ്റ് 0 ആകുന്നത്, വെയിറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അങ്ങനെയെങ്കിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0 ആകുന്ന എവിടെയാണ്, എർത്തിൻ്റെ സെൻറ്ററിൽ 0 ആകുമല്ലോ. അപ്പോൾ അവിടെ വെയിറ്റ് എന്താകാം,
0 ആകാം. ഇനി വെയിറ്റ് കൂടാമല്ലോ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുതലുള്ള സ്ഥലത്ത്, അതുപോലെ തന്നെ കുറയാമല്ലോ വെയിറ്റ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയുന്നുള്ള സ്ഥലത്ത്. സോ വെയിറ്റ് കീപ്സ് ഓൺ ചേഞ്ചിങ് ആൻഡ് ഇറ്റ് ക്യാൻ ബി 0. ഓക്കെ, പക്ഷെ മാസ് 0 ആവത്തില്ല. മാസ് നമുക്ക് ഒരു ബാലൻസ്, ഇപ്പോൾ നമുക്കൊരു അറിയാവുന്ന ഒരു മാസമായിട്ട് നമുക്ക് ബാലൻസ് വെച്ച് നമുക്ക് നോക്കാൻ പറ്റും, പക്ഷേ മാസ് മെഷർ ചെയ്യാൻ പറ്റും. പക്ഷേ വെയിറ്റ് മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ഒരു സ്പ്രിംഗ് ബാലൻസ് ആവശ്യമാണ്. ഓക്കെ, സോ മാസ്, ഹൗ ക്യാൻ വി മെഷർ മാസ് എന്ന് ചോദിച്ചാൽ ബാലൻസ് യൂസ് ചെയ്യാം. വെയിറ്റ് ആണെങ്കിൽ അവിടെ സ്പ്രിംഗ് ബാലൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു പോയിന്റ് കൂടി അറിഞ്ഞിരിക്കണം. പോൾസിൽ ജിയുടെ വാല്യൂ എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം. പോൾസ് എന്ന് പറഞ്ഞാൽ ധ്രുവ പ്രദേശം, അവിടെ ജിയുടെ വാല്യൂ വന്നിട്ട് പോൾസിൽ എന്തായിരിക്കും, ജി കൂടുതലാണോ കുറവാണോ? ജി കൂടുതലാണ്. അപ്പോൾ അവിടെ എന്തായിരിക്കും 9.83 m/s². ഓക്കെ, ഇനി ജി അറ്റ് പോൾസ്, ജി അറ്റ് ഇക്വേറ്റർ എന്താണ്, ഇക്വേറ്ററിൽ കുറവായിരിക്കും 9.78 m/s². ഇനി എർത്ത് സർഫസ് ആണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ 9.8 m/s². ഓക്കെ, പോൾസിൽ 9.83, ഇക്വേറ്ററിൽ 9.78. ഇനി എർത്തിൻ്റെ സർഫസിലാണെങ്കിൽ 9.8 m/s². Clear? As a mass of object is always constant, therefore the weight of object is directly proportional to the acceleration due to gravity. So weight നമ്മളെങ്ങനെയാണ് mg എന്നാണ് പറയുന്നത്. സോ മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് നമ്മുടെ വെയ്റ്റിൻ്റെ ഇക്വേഷൻ വന്നിട്ട്. അപ്പോൾ തന്നെ നമുക്കറിയാം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എവിടെ ചേഞ്ച് ആകുന്നു അവിടെ എന്ത് ചേഞ്ച് ആകും, വെയ്റ്റ് ചേഞ്ച് ആകും. 1 കിലോഗ്രാം മാസുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ വെയ്റ്റ് എത്രയാണ്? 1 കിലോഗ്രാം ഇൻറ്റു 9.8 m/s². അതായത് 1 കിലോഗ്രാം വെയ്റ്റ് എന്ന് പറയുന്നതാണ് 9.8 ന്യൂട്ടൺ. 9.8 ന്യൂട്ടൺ. 1 കിലോഗ്രാം വെയ്റ്റ് ഇസ് ഈക്വൽ ടു 9.8 ന്യൂട്ടൺ. എന്തുകൊണ്ടാണ് നമുക്കിതിനെ ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം എഫ് ഇസ് ഈക്വൽ ടു എം എ. ഇവിടുത്തെ യൂണിറ്റ് എന്താണ്? മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം, ആക്സലറേഷൻ്റെ യൂണിറ്റ് m/s². അത് തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് കിലോഗ്രാം m/s². അതുകൊണ്ടാണ് ഇവിടെ എന്ത് വാല്യൂ വന്നത്, എന്ത് യൂണിറ്റ് വന്നത്? ന്യൂട്ടൺ വന്നത്. ഓക്കെ, സോ 1 കിലോഗ്രാം വെയിറ്റ് ഈസ് ഈക്വൽ ടു 9.8 ന്യൂട്ടൺ. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ മൂൺ. ഇനി മൂണിൽ എങ്ങനെയാണ് നമ്മുടെ ഗ്രാവിറ്റി ചേഞ്ച് ആകുന്നത് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ ഏർത്തിൻ്റെ കേസ് പറഞ്ഞപ്പം g/r², അതിൽ g കോൺസ്റ്റൻ്റ് ആണ്, അത് നോക്കണ്ട. എം എന്താണ്? ഏർത്തിൻ്റെ മാസം. ആർ എന്താണ്? ഏർത്തിൻ്റെ റേഡിയസുമാണ്. ഇവിടെ എന്താണെന്ന് നോക്കണം, മൂണിൻ്റെ മാസം, മൂണിൻ്റെ റേഡിയസും. ഓക്കെ, മൂണിൻ്റെ മാസം വന്നിട്ട് 7.34 × 10⁻²ഉം മൂണിൻ്റെ റേഡിയസ് വന്നിട്ട് 1.74 × 10⁻6 മീറ്ററുമാണ്. ഓക്കെ, 10⁻22 കിലോഗ്രാം, 7.34 × 10⁻22 കിലോഗ്രാമും റേഡിയസ് 1.74 × 10⁻6 മീറ്ററും. സോ നമ്മൾ നേരത്തെ ഇക്വേറ്റ് ചെയ്ത പോലെ തന്നെ നമുക്കിതിനെ ഇക്വേറ്റ് ചെയ്യാം. ജി ഓഫ് മൂൺ ബൈ ജി ഓഫ് എർത്ത്. അങ്ങനെ നമ്മൾ ഈ ഒരു വാല്യൂ, നമ്മൾ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കൂടി ഇട്ട് കൊടുക്കുമ്പം നമുക്ക് ഏകദേശം 1.6 m/s² എന്ന് കിട്ടും. ഏർത്തിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ സർഫസിൽ എത്രയാണ്? 9.8 m/s². അതേസമയം മൂണിൽ എത്രയാണ്? 1.62 m/s². ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് കിട്ടും മൂണിലുള്ള ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഇസ് 1/6 ഓഫ് ദി ഗ്രാവിറ്റി ഓൺ എർത്ത്. അതായത് നമുക്കിവിടെ ഒരു 36 ന്യൂട്ടൺ ആണ് നമുക്കിവിടെ വെയിറ്റ്, അല്ലെങ്കിൽ നമുക്കിവിടെ 36 നമുക്കിവിടെ ഒരു വെയിറ്റ് 36 ന്യൂട്ടൺ ആണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, മൂണിൽ എത്രയായിരിക്കും? മൂണിൽ മാസിന് വ്യത്യാസമൊന്നും വരുന്നില്ല, ഗ്രാവിറ്റി എന്ത് ചെയ്യും? 1/6 ആവും. സോ 36/6, സോ 6 ന്യൂട്ടണേ നമുക്ക് അവിടെ തോന്നത്തുള്ളൂ. സോ ജി ഓഫ് എർത്ത്, അല്ലെങ്കിൽ ജി ഓഫ് മൂൺ എന്ന് പറയുന്നത് 1/6 ജി ഓഫ് എർത്ത് ആണ്. ഓക്കെ, ഇത് അറിഞ്ഞിരിക്കണം. ജി ഓഫ് മൂൺ എന്ന് പറയുന്നത് 1/6 ഓഫ് ജി എർത്ത്. Thus the value of g on the moon is approximately 1/6 of the value of g on the earth. 9.8നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 1.62 എന്ന് നമുക്ക് കിട്ടും. അതാണ് മൂണിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഇനി നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. കുറേ കണ്ടീഷൻസ് പറഞ്ഞു. ഇതിനകത്ത് നിന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്ന ഒരു ഡെറിവേഷൻ മാത്രമായിരിക്കും. ഡെപ്തിലോട്ടും അതുപോലെ തന്നെ ഹൈറ്റിലോട്ട് പോകുന്ന ഡെറിവേഷനാണ്. വീണ്ടും ഞാൻ പറയുന്നു, ഡെറിവേഷൻ പഠിക്കേണ്ട, നിങ്ങൾ എന്ത് മാത്രം പഠിക്കുക? ഇക്വേഷൻ മാത്രം പഠിക്കാം. ധ്രുവപ്രദേശത്ത് നിന്നും ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് പോകുന്തോറും ഭൂഗുരുത്വ ത്വരണത്തിൻ്റെ മൂല്യം. ഇനി ആൻസർ ചെയ്യാൻ നോക്കിക്കേ.
ധ്രുവപ്രദേശം പോൾസ്, ഇക്വേറ്റർ ഭൂമധ്യരേഖ. പോൾസിൽ നിന്നും ഇക്വേറ്ററിലോട്ട് പോകും തോറും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയുന്നു. സോ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓക്കെ, പോൾസിലെ റേഡിയസ് കുറവാണ്, ജി കൂടുതലാണ്. ഇക്വേറ്ററിൽ റേഡിയസ് കൂടുതലാണ്, ജി കുറവാണ്. പോൾസിൽ നിന്നും ഇക്വേറ്ററിലോട്ട് പോകും തോറും ജിയുടെ വാല്യൂ, ജി ആണ് ചോദിച്ചിരിക്കുന്നത്, ജിയുടെ വാല്യൂ കുറയും. സോ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഭൂമിയുടെ ധ്രുവപ്രദേശത്ത് വെച്ച് മാസും ഭാരവും നിർണ്ണയിച്ച ഒരു വസ്തുവിനെ ഭൂമധ്യരേഖയ്ക്കടുത്ത് വെച്ചിരിക്കുന്നു. ധ്രുവപ്രദേശം പോൾസിൽ വെച്ച് മാസും വെയിറ്റും കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, അതിനെ നമ്മൾ ഇക്വേറ്ററിലോട്ട് കൊണ്ടുവന്നു. അവിടെയും മാസും വെയിറ്റും കാൽക്കുലേറ്റ് ചെയ്തു. ഇതിൽ എന്തൊക്കെ വ്യത്യാസം വരും? നമ്മൾ നേരത്തെ പഠിച്ചോളൂ, മാസ് ഇസ് കോൺസ്റ്റൻറ്റ് എവ്രിവെയർ. അപ്പം നമുക്ക് ഓപ്ഷനിൽ നോക്കാം. മാസ് മാറുന്നില്ല. അത് രണ്ട് ഓപ്ഷനേ ഉള്ളൂ, എയും സിയും. ഇനി നോക്കിക്കേ, വെയിറ്റ് കൂടുമോ കുറയുമോ? ഇക്വേറ്ററിൻ്റെ കാര്യം ചോദിച്ചിരിക്കുന്നത്. വെയിറ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ജിയെ ഡിപ്പെൻഡ് ചെയ്യും. പോൾസിൽ ജി കൂടുതലാണ്. ഓക്കെ, സോ അവിടെ വെയിറ്റ് കൂടുതലായിരിക്കും. ആ വെയിറ്റ് നമ്മൾ ഇക്വേറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ജിയുടെ വാല്യൂ ഇക്വേറ്ററിൽ കുറവായിരിക്കും. സോ വെയിറ്റ് കുറവായിരിക്കും. സോ അപ്പോൾ എന്തായിരിക്കും? മാസ് ഇസ് കോൺസ്റ്റൻറ്റ് ബട്ട് വെയിറ്റ് ഇസ് ലോ. നമ്മൾ പോൾസിൽ കണ്ട അതേ വെയിറ്റ് ആയിരിക്കും ഇവിടെ റീഡ് ചെയ്യുന്നത്? അല്ല, ഇവിടെ എന്തായിരിക്കും? കുറവായിട്ടായിരിക്കും റീഡ് ചെയ്യുന്നത്. മാസ് മാറുന്നില്ല, ഭാരം ഏറ്റവും കുറവായിട്ടായിരിക്കും നമുക്ക് എവിടെ കിട്ടുന്നത്? ഇക്വേറ്ററിൽ കിട്ടുന്നത്. സോ ഓപ്ഷൻ സി ആണ് വരുന്നത്. ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. താഴെ തന്നിരിക്കുന്ന രണ്ട് പ്രസ്താവനയെ സംബന്ധിച്ച് ശരിയായ ഓപ്ഷൻ ഏത്? ഭൗമോപരിതലത്തിൽ എല്ലായിടത്തും ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം ഒരുപോലെയാണ്. അതായത് എർത്തിൻ്റെ സർഫസിൽ എർത്തിൻ്റെ സർഫസിൽ എല്ലായിടത്തും, അല്ലെങ്കിൽ എർത്തിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എല്ലായിടത്തും ഒരുപോലെയാണ്. അതാണ് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞത്. പോളിലേക്ക് പോകുമ്പോൾ ഗ്രാവിറ്റി കൂടുന്നുണ്ട്, ഇക്വേറ്ററിലോട്ട് പോകുമ്പോൾ ഗ്രാവിറ്റി കുറയുന്നുണ്ട്. അപ്പോൾ അത് ശരിയാണോ? അല്ല. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ടുള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അതേതാണ്? രണ്ട് പ്രശ്നങ്ങൾ തെറ്റാണെന്നുള്ള ഓപ്ഷനുണ്ട്. അതുകൂടാതെ ഒന്ന് തെറ്റാണെന്നുള്ളത് ഏതാണ്? ഓപ്ഷൻ ഡിയിലുണ്ട്. രണ്ട് നോക്കിക്കേ, ഒരു വസ്തുവിൻ്റെ ഭാരം ഭൂമധ്യരേഖ പ്രദേശത്തുള്ളതിനേക്കാൾ കൂടുതലാണ് ധ്രുവപ്രദേശത്ത്. ഒരു വസ്തുവിൻ്റെ ഭാരം ഇക്വേറ്ററിലുള്ളതിനേക്കാളും കൂടുതലാണ്. വസ്തുവിൻ്റെ ഭാരമാണ് ചോദിക്കുന്നത്, മാസ് അല്ല, ഭാരം, വെയിറ്റ് ആണ്. വെയിറ്റ് ഇക്വേറ്ററിലാണോ പോൾസിലാണോ കൂടുതലായി കാണിക്കുന്നത്? എവിടെയായിരിക്കും? പോൾസിലാണ് ജി കൂടുതലുള്ളത്, അതുകൊണ്ട് അവിടെയായിരിക്കും വെയിറ്റ് കൂടുതൽ കാണിക്കുന്നത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സോ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഒന്ന് തെറ്റും, രണ്ട് ശരിയും. നെക്സ്റ്റ്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പറ്റിയിട്ട് അടുത്ത ചോദ്യമാണ്. ഗുരുത്വത്വരണം ഉയരം കൂടുന്നതിനനുസരിച്ച് കൂടുന്നു. ശരിയോ? അല്ല, കുറയുന്നു. ഗുരുത്വത്വരണം ആഴം കൂടുന്നതിനനുസരിച്ച് കൂടുന്നു. തെറ്റ്, കുറയുന്നു. അപ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എർത്തിൻ്റെ സർഫസിൽ നിന്നും ഹൈറ്റിൽ പോയാലും ഡെപ്തിൽ പോയാലും കുറയത്തേ ഉള്ളൂ, കൂടത്തില്ല. സോ രണ്ട് വാല്യൂ രണ്ട് സ്ഥലത്തും ജിയുടെ വാല്യൂ കുറയും. സോ 2ഉം 4ഉം ശരിയായിട്ട് വരും. സോ ഓപ്ഷൻ എഗെയിൻ സി ആണ് വരുന്നത്. 2 and 4 ആർ കറക്റ്റ്. നെക്സ്റ്റ്, ജിയുടെ പരമാവധി മൂല്യം ഭൗമധ്യരേഖയിലാണ്. അത് എർത്തിൻ്റെ സർഫസിലിരിക്കുമ്പോൾ അതിന് മാക്സിമം വാല്യൂ ഉണ്ട് എന്നുള്ളത്, ഭൂമധ്യരേഖ ഇക്വേറ്ററിൽ. ജിയുടെ പരമാവധി മൂല്യം ധ്രുവപ്രദേശങ്ങളിലാണ്. അപ്പോൾ ഏതാണ് ശരി? ഇക്വേറ്ററിലാണോ പോൾസിലാണോ ജിയുടെ വാല്യൂ മാക്സിമം ആയിട്ടുള്ളത്? ഓഫ് കോഴ്സ് പോൾസിലാണ്. സോ ധ്രുവപ്രദേശങ്ങളിലാണ്. ഓപ്ഷൻ 2 ബി ആണ്. 2 മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇഫ് എ മാംഗോ ഓഫ് മാസ് 1/2 kg falls from a tree from a height of 15 meter, what is acceleration due to gravity when it begins to fall? മാംഗോയുടെ വാല്യൂ തന്നിട്ടുണ്ട്, മാസ് തന്നിട്ടുണ്ട് 1/2 kg. അതിൻ്റെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം G is equal to gm/r² എന്നാണ്. ഓക്കെ, ഇവിടെ മാംഗോയുടെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പോൾ നമുക്ക് ആ 1/2 kg വെറുതെ കൊടുത്തേക്കുക, അതിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. gm/r². നമുക്കറിയാം പുതിയ ഒരു പർട്ടിക്കുലർ ഹൈറ്റിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? G' G ഇൻറ്റു 1 - 2h/r. സോ ജി എന്ന് പറയുന്നത് നമുക്കറിയാം 9.8 ഇൻറ്റു 1 - 2 ഇൻറ്റു 15 റേഡിയസ് എത്രയാണോ അത് കൊടുക്കുക, റേഡിയസ് ഓഫ് എർത്ത് കൊടുക്കുക. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ആദ്യത്തെ ക്വസ്റ്റൻ ആൻസർ കിട്ടും. സെക്കൻഡ് നോക്കിക്കേ, കൺസിഡർ സാറ്റലൈറ്റ് ഓർബിറ്റിംഗ് ദ എർത്ത് ഇൻ എ സർക്കുലർ ഓർബിറ്റ് ഓഫ് റേഡിയസ് 1600 km above the surface of earth.
എഗെയിൻ സെയിം ഇക്വേഷനാണ് നമുക്കിവിടെ എടുക്കുന്നത്. ഞാൻ പ്രോബ്ലത്തിൻ്റെ കൂടുതലായിട്ട് അതിൻ്റെ ഡീറ്റെയിലോട്ട് പോയിട്ടില്ല. ആ ഇക്വേഷൻ എങ്ങനെയാണ് ഇട്ട് ചെയ്യുന്നത് മാത്രമാണ്. ഇപ്പോൾ തൽക്കാലം ഈ സാറ്റലൈറ്റിൻ്റെ മാസ് തന്നിരുന്നെങ്കിലോ അത് നമുക്കിവിടെ ഗ്രാവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആക്സലറേഷൻ്റെ തൊട്ട് ഗ്രാവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഒരിക്കലും ഇല്ല. അവിടെ എന്ത് മാത്രം നോക്കിയാൽ മതി? ഹൈറ്റിലാണോ നോക്കിയാൽ മതി. ഇവിടെയും എന്ത് ഇക്വേഷനാണ്? സെയിം ഇക്വേഷനാണ്. ജി ഡാഷ് ഇസ് ഈക്വൾ ടു ജി ഇൻറ്റു 1 മൈനസ് 2h/r. ഇവിടെ എന്താണ്? 1 മൈനസ് 2 ഇൻറ്റു ജി എന്ന് പറഞ്ഞാൽ 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ, എച്ച് എന്ന് പറയുന്നത് 1600 ഡിവൈഡഡ് ബൈ r. ഓക്കെ, എഗെയിൻ സെയിം നിങ്ങൾക്ക് ഇക്വേഷൻ തന്നെ കിട്ടും. നമുക്ക് ആ ആൻസർ എത്രയാണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ റേഡിയസ് ഇട്ട് കൊടുത്തു. 6410 അല്ലെങ്കിൽ 6.4 ഏതാണ് നിങ്ങൾക്ക് ഇതായിട്ട് ചെയ്യാനായിട്ട് താല്പര്യം, നിങ്ങൾക്ക് എളുപ്പമാവുന്നു അത് വെച്ചിട്ട് നോക്കുക. നമ്മുടെ ഫസ്റ്റ് കേസിൽ വന്നിട്ട് 9.8 ഇൻറ്റു 1 മൈനസ് 0.469, നിങ്ങൾക്ക് ഇത്രയും ഇതായിട്ടുള്ള വാല്യൂസ് ഒന്നും തരത്തില്ല. ഏകദേശം ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ വാല്യൂ എത്ര കിട്ടി? 1 മൈനസ് 0.00000469. അത് നമുക്ക് എത്രയായിട്ട് തന്നെ എടുക്കാം? അപ്രോക്സിമേറ്റ്ലി 1 ആയിട്ട് തന്നെ എടുക്കാം. സോ ജി ഡാഷ് എന്ന് പറയുന്നത് ജി ആയിട്ട് തന്നെ നമുക്ക് കിട്ടി. സെക്കൻഡ് കേസ് നോക്കിക്കേ. ജി ഡാഷ് ഇസ് ഈക്വൾ ടു ജി ഇൻറ്റു 1 മൈനസ് 2h/r. അവിടെ നമുക്ക് വീണ്ടും അതേ വാല്യൂസ് എല്ലാം ഇട്ട് കൊടുത്തു. സോ 1 മൈനസ് 2/4 എന്ന വാല്യൂയിലേക്ക് എത്തി. നമുക്ക് 1 മൈനസ് 1/2, അതായത് ജി ഡാഷ് ഇസ് ഈക്വൾ ടു g/2, ദാറ്റ് ഈസ് 9.8/2, 4.9, ഏകദേശം ആ ഒരു റേഞ്ചിലുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ കാൽക്കുലേഷൻസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഇക്വേഷൻസ് പഠിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതിലെ കാൽക്കുലേഷൻസ് വളരെ എളുപ്പം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ തന്നിട്ടുണ്ട്. നിങ്ങൾ ഇതിൻ്റെ ആൻസർ കമൻറ്റ് സെക്ഷനിൽ തരണം. ഓക്കെ, കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. കാൽക്കുലേറ്റ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ചിൽഡ്രൻ ഓഫ് മാസസ് 40 കിലോഗ്രാം ആൻഡ് 50 കിലോഗ്രാം വെൻ ദ 2 മീറ്റർ അപ്പോർട്ട്. നമ്മുടെ ഇക്വേഷൻ എന്താണ്? g/m/r². ഇവിടെ നമ്മൾ എർത്തിൻ്റെ കേസിൽ എടുക്കുന്നത്, അതുകൊണ്ട് g/m1m2/r² എന്ന് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ജിയുടെ വാല്യൂ ഇടുക, 40 × 20 ഡിവൈഡഡ് ബൈ 2². സോ ഇതാണ് നമ്മുടെ വാല്യൂ വരുന്നത്. നിങ്ങൾ ആൻസർ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക. സോ നമ്മുടെ ഗ്രാവിറ്റേഷൻ്റെ ഒരു ഭാഗം നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഡു വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ദ കമ്മിങ് വീഡിയോസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോകളിൽ കാണാം. ഓക്കെ, ടാറ്റാ.